പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് യേശുനാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൽ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഇന്ന് നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക യേശുവിലൂടെ. ഈ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിച്ചതിനായി നന്ദി. അങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്തേ, ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. നിങ്ങളുടെ വിഷയം, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതിനകത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചതിനായി നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ധൈര്യമായിട്ട് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോ. ഈ പേജ് മോണിറ്റൈസ്ഡ് ഒന്നും ചെയ്തിട്ടുള്ള പേജല്ല. ഇത് കമന്റ് കൂട്ടി, ഇത് വ്യൂ കൂട്ടി പൈസ ഉണ്ടാക്കാവുന്ന പരിപാടിയല്ല. ദിസ് പേജ് ഈസ് ഓൺലി ഫോർ പ്രീച്ചിങ് ദ ഗോസ്പൽ ഓഫ് ജീസസ്. യേശുവിനെ ഉയർത്തുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു പേജാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാർത്ഥനയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ട പേജുകളാണ്. ഇതിനകത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കമന്റും നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് യേശുനാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യും. ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നിരവധിയായ വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറയും. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഇപ്രകാരമാണ്, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരു ഗ്രന്ഥവും എഴുതിയാലും തീരത്തില്ല. അതുപോലെ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് ഒക്കെ അപ്പുറമായിട്ടുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ഞാൻ കുറച്ച് മുമ്പ് ഒരു ടീച്ചിങ് സെഷൻ എടുത്തായിരുന്നു. അത് കട്ട് ഓഫ് ആയിപ്പോയി. ഇത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു ടോക്ക് കേൾക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഇന്നേ ദിവസം ഒരു പുതിയ അഭിഷേകം നൽകി ഞങ്ങളെല്ലാവരെയും ഇന്ന് ഫ്രഷ് അനോയിറ്റിങ്ങിൽ ഈ ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇന്ന് കേട്ട വചനങ്ങൾ പോലെ തന്നെ യേശുവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് ആ അനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ ഉള്ള കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരസ്പരം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തുന്ന എല്ലാ പ്രയർ റിക്വസ്റ്റുകളെയും ദൈവം ഏറ്റെടുത്തതിനായി നന്ദി പറയും. യേശുവിൻ നാമത്തിൽ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കരനീട്ടുകയും യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ യേശുവിൻ്റെ ശരീരമാകുന്ന സഭ, യേശുവിൻ്റെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം ഈ നിമിഷം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സ്നേഹം, പുത്രനാമേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഇന്നേ ദിവസവും ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അത് വെളിപ്പെടട്ടെ, അത് വ്യാപരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഗോഡ് ബ്ലസ് യു.